ഗുജറാത്തിലെ വഡോദരയിൽ പാലം തകർന്ന അപകടത്തിൽ നടന്നത് വൻ അനാസ്ഥയെന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. പാലത്തിൻ്റെ അപകടാവസ്ഥ 3 കൊല്ലം മുമ്പ് തന്നെ ബോധ്യപ്പെട്ടിട്ടും ഒരു നടപടി ഉണ്ടായില്ല. പുതിയ പാലം പണിയാൻ തീരുമാനമായിട്ടും ഫയലൊന്നും നീങ്ങിയില്ല. 3 കൊല്ലത്തിൻ്റെ ഗുജറാത്തിൽ 10 പാലങ്ങളാണ് തകർന്നു വീണതെന്ന് ഞങ്ങളുടെ മുംബൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീനാഥ് ചന്ദ്രൻ. യഥാർത്ഥത്തിൽ ഈ പാലം തകർന്ന വാഹനങ്ങൾ പുഴയിലേക്ക് വീണത് വലിയൊരു ഷോക്കായിട്ടാണ് നമ്മൾ കണ്ടത്. പറയൂ ശ്രീനാഥ്. ഗുഡ് മോർണിംഗ്. ശരിയാണ്, പക്ഷേ ഒരു മുന്നറിയിപ്പ് ഇതിനു മുൻപേ കിട്ടിയിരുന്നു എന്നതാണ്. ഇങ്ങനെയൊരു അപകടം മുൻകൂട്ടി കാണാൻ കഴിയുമായിരുന്നു എന്നതാണ് വസ്തുത. 2022 ഇതേ പാലം, അതായത് വഡോദരയെയും ആനന്ദ് ജില്ലയെയും ബന്ധിപ്പിക്കുന്ന മഹിസാഗർ നദിക്ക് കുറുകെയുള്ള പാലം, ഈ പാലം അപകടാവസ്ഥയിലാണ് എന്ന് 3 വർഷം മുമ്പ് തന്നെ മനസ്സിലായതാണ്. പാലത്തിൻ്റെ ചില ഭാഗങ്ങൾ അടർന്നു മാറിയതാണ്. അന്ന് ഈ പാലം അപകടാവസ്ഥയിലാണ് എന്ന് പറഞ്ഞപ്പോൾ സർക്കാർ ചെയ്തത് അതിൽ ചില അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തു. അതായത് ഇളകി മാറിയ വശത്ത് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഒരു തൽക്കാലത്തേക്ക് ഒരു സംവിധാനം ഒരുക്കി പിന്നെയും ഗതാഗതം അവിടെ പുനഃസ്ഥാപിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ അപകടാവസ്ഥയുള്ള പാലത്തിൽ ഗതാഗതം നിയന്ത്രിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായി തന്നെ അത് നിർത്തുകയോ ആദ്യഘട്ടത്തിൽ ചെയ്യണമായിരുന്നു. പിന്നീട് പുതിയ പാലം നിർമ്മിക്കാനുള്ള ഒരു തീരുമാനം തത്വത്തിൽ എടുത്തതാണ്. 212 കോടി രൂപ അതിന് പാസ്സാവുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇതുവരെ പുതിയ പാലത്തിന് പണിയൊന്നും അവിടെ തുടങ്ങിയതുമില്ല. പഴയ പാലത്തിലൂടെ ഗതാഗതം തുടർന്നു പോവുകയും പിന്നീട് അതൊരു വലിയ ദുരന്തത്തിലേക്ക് പോവുകയും ചെയ്തു. ഈ പാലം 40 വർഷത്തിലധികം പഴക്കമുണ്ട്. സ്ട്രീറ്റ് ലൈറ്റൊന്നും തെരുവിളക്കുകളൊന്നും ഇല്ലാത്തൊരു പാലമാണ്. ഒരുപക്ഷെ രാത്രിയായിരുന്നു അപകടം സംഭവിച്ചതെങ്കിൽ, പാലം തകർന്നതെങ്കിൽ ഇതിലുമേറെ വാഹനങ്ങൾ വെള്ളത്തിൽ വീഴുകയായിരുന്നു. ഈ പകൽ വെളിച്ചമായതുകൊണ്ടാണ് അപകടത്തിൻ്റെ ഒരു വ്യാപ്തി ഈ തരത്തിലെങ്കിലും നിന്നത് എന്ന് പറയേണ്ടി വരും. 2 കുട്ടികളടക്കം, 2ഉം 4ഉം വയസ്സുള്ള കുട്ടികളടക്കം 10 പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്. കഴിഞ്ഞ 3 വർഷത്തെ കണക്കൊന്ന് പരിശോധിക്കുമ്പോൾ 10ലേറെ പാലങ്ങൾ ഗുജറാത്തിൽ തകർന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു 2022 മാച്ചു നദിക്ക് കുറുകെയുള്ള തൂക്കുപാലം, മോർബിയിലെ പാലം തകർന്നത്. ആ ദുരന്തത്തിൽ ഏതാണ്ട് 140ലേറെ പേർ മരിച്ചു എന്നതാണ് ഔദ്യോഗിക കണക്ക്. സർക്കാർ 130ലേറെ പേർ മരിച്ചു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. ആ മോർബി ദുരന്തം നടന്ന മേഖലയിൽ ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പോയതാണ്. അവിടെയൊക്കെ ജനങ്ങൾക്ക് ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ പോലും വലിയ മടിയും ഭയവും ഉണ്ട് എന്ന് നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. ഈ 3 വർഷത്തിനിടെ ഇത്രയധികം പാലങ്ങൾ തകർന്നു. ഏറ്റവും ഒടുവിൽ വഡോദരയിലെ പാലവും തകർന്നിരിക്കുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി ഈ റോഡുകളുടെയും പാലങ്ങളുടെയും ഒക്കെ വകുപ്പ് സെക്രട്ടറിയോട് ഈ കാര്യത്തിൽ ഒരു വിശദീകരണം, എന്താണ് ഇനി എടുക്കേണ്ട നടപടികൾ എന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ജില്ലാ കളക്ടറോട് ഈ അപകടവുമായി ബന്ധപ്പെട്ട്, വഡോദരയിലെ അപകടവുമായി ബന്ധപ്പെട്ട് 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. SK